ദൈവത്തിരുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ലേവ്യ പുസ്തകം 3, 4 അധ്യായങ്ങളിലേക്ക് നാം വരികയാണ്. ഒരു വിശദമായ ഒരു പഠനമല്ല, അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ചെറുതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന മാത്രമേ ഉള്ളൂ. വിക്രമമായ പഠനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ സമയം കൊണ്ട് നമുക്കത് പറ്റില്ല. നമ്മൾ ചെറിയൊരു ഔട്ട്ലൈൻ പോലെ വേണമെങ്കിൽ പറയാം, ഒരു ഒടിച്ച നോട്ടം എന്ന് വേണമെങ്കിൽ അതിന് പേര് കൊടുക്കാൻ പറ്റും. ഇവിടെ അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യം നമ്മൾ എന്താണെന്ന് വിശദമായിട്ട് ചെയ്യുകയാണ്. 3-ാമത്തെ അധ്യായത്തിൽ സമാധാനയാഗത്തെക്കുറിച്ച് പറയുകയാണ്. അത് ഓരോ മൃഗമാണെങ്കിൽ ആ മൃഗത്തെ എങ്ങനെയായിരിക്കണം അത് യാഗം അർപ്പിക്കേണ്ടതെന്ന് അവിടെ വിശദമാക്കുന്നതാണ്. അവിടെ എല്ലാറ്റിലും അവസാനം നമ്മൾ കാണുന്നുണ്ട്. അത് അവിടെ ആദ്യത്തെ വഴിപാടിനെ കുറിച്ച് പറയുമ്പോൾ അത് സൗരഭ്യവാസനയായ ദഹനയാഗം എന്ന് പറയുന്നുണ്ട്. ഓരോന്ന് ചെയ്യുമ്പോഴും ദൈവത്തിന് ഉറപ്പാകരുത്. ഓരോ കാര്യങ്ങൾ നമ്മൾ റിച്വൽസായിട്ട് ചെയ്യുമ്പോൾ, ഒരു കടമയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് സൗരഭ്യമായിട്ട് മാറുന്നില്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മളിവിടെ കാണുന്നുണ്ട്. ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് 1-ാം അധ്യായം 10-ാമത്തെ വാക്യം: സോദോം അധിപതികളെ, യഹോവയുടെ വചനം കേൾക്കുവീൻ. ഗൊമോറ ജനമേ, നമ്മുടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ശ്രദ്ധിച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്കെന്തിന് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തഴുപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടുകൊറ്റന്മാരുടെയോ രക്തം എനിക്കിഷ്ടമല്ല. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചതാര്? ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് ഉറപ്പാകുന്നു. അമാവാസ്യയും ശബത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം. ഞാനവ സഹിച്ചു മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണു മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാൽ നിങ്ങൾ കേൾക്കുകയില്ല. നിങ്ങളുടെ ഈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിന് മുമ്പ് നീക്കിക്കളയുവീൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ. നന്മ ചെയ്യുവാൻ പഠിക്കുവീൻ. ന്യായം അന്വേഷിപ്പീൻ. പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവീൻ. അനാഥന് ന്യായം നടത്തിക്കൊടുവീൻ. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിക്കുവീൻ. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞുപോലെയായിത്തീരും. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. ഇവിടെ ദൈവം പറയുകയാണ്, ദൈവം തന്നെയാണ് ഈ യാഗങ്ങളെക്കുറിച്ചുള്ള പ്രമാണമൊക്കെ കൊടുത്തത്. എന്നിട്ട് ഒരവസരം വന്നപ്പോൾ ദൈവം പറയും, അതൊക്കെ എനിക്ക് വെറുപ്പാണെന്ന്, അതിലൊന്നും ഞാൻ പ്രസാദിക്കുന്നില്ല എന്ന്. കാരണം എന്താ? അത് വെറും റിച്വൽസായിട്ട്, വെറും കർമ്മങ്ങളായിട്ട് അത് മാറിയത് കൊണ്ട് ദൈവം പറയുകയാണ്, എനിക്കത് വെറുപ്പാണ്, ഞാനതിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണ്. പിന്നെ എന്താണ്? നിങ്ങളെ തന്നെ ശുദ്ധരാക്കുവീൻ, കഴുകി വെടിപ്പാക്കുവീൻ എന്നവിടെ പറയുന്നത്. തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ, നന്മ ചെയ്യുവാൻ പഠിക്കുവീൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുക. എന്നിട്ട് ദൈവത്തോട് പറയുകയാണ്, വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. എന്നിട്ട് ദൈവരോട് പിന്നെയും പറയുകയാണ്, ദൈവത്തിൻ്റെ സ്നേഹം അതാണ്. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. അങ്ങനെ വന്നുപോയ തെറ്റുകളെല്ലാം ക്ഷമിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം അവിടെ കാണുക. രക്താംബരം പോലെ ചുവന്നിരുന്നാലും പഞ്ഞു പോലെ വെണ്മയായി തീരും. അവിടെ ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ വെറും റിച്വൽസ് ദൈവം ആഗ്രഹിക്കുന്നില്ല, കർമ്മങ്ങളിൽ മാത്രം. ഇത് പ്രാർത്ഥനയെക്കുറിച്ച് പറയും, അത് മനഃപ്പാടമാക്കിയ മാനുഷ്യ കൽപ്പനകൾ അത്രേ ചൊല്ലുന്നുണ്ട്, പക്ഷെ അത് ഹൃദയമില്ല. ജോൺ ബെന്യൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഹൃദയമില്ലാത്ത വാക്കുകളെക്കാൾ ദൈവത്തിന് ഇഷ്ടം വാക്കുകളില്ലാത്ത ഹൃദയമാണെന്ന്. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ, ഇപ്പോൾ ഹന്ന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരു നിയമത്തിൽ. ഹന്ന ഹൃദയം ദൈവത്തിന് പകരുക എത്ര ചെയ്തത്. അല്ല യജമാനെ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല, ഞാൻ എൻ്റെ സങ്കടത്തിൻ്റെ ആധിക്യ നിമിത്തം ഇത് സംസാരിച്ചത്, ഞാൻ ഹൃദയം പകരുകയായിരുന്നു പറയുന്നത്. ഹൃദയം പകരുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. സഖറിയാപ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, സൈന്യങ്ങൾ യഹോവയുടെ ആലയത്തിലെ പുരോഹിതന്മാരും പ്രവാചകന്മാരോടും ഞങ്ങൾ ഇത്ര സംവത്സരമായി ചെയ്തു വന്നതുപോലെ 5-ാം മാസത്തിൽ കരഞ്ഞും കൊണ്ട് ഉപവസിക്കണമോ എന്ന് ചോദിപ്പിച്ചു.
അപ്പോൾ സൈന്യങ്ങളെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്ന നീ ദേശത്തിലെ സകല ജനത്തോടും പുരോഹിതന്മാരോടും പറയേണ്ടത്, നിങ്ങൾ 70 സംവത്സരമായി 5-ാം മാസത്തിലും 7-ാം മാസത്തിലും ഉപവസിച്ച് വിലപിക്കുകയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയോ ഉപവസിച്ചത്? നിങ്ങൾ ഭക്ഷിക്കുമ്പോഴും പാനം ചെയ്യുമ്പോഴും നിങ്ങൾ തന്നെയല്ലോ ഭക്ഷിക്കുകയും പാനയും ചെയ്യുന്നത്. അവിടെ ജനം ചോദിക്കുകയാണ്, ഞങ്ങൾ 5-ാം മാസത്തിലും 7-ാം മാസത്തിലും ചെയ്യുന്ന കരഞ്ഞുകൊണ്ട് ഉപവസിക്കണമോ എന്ന്. കരച്ചിൽ എങ്ങനെ കരയാൻ പറ്റുന്നത്? കരച്ചിൽ സ്വാഭാവികമായിട്ട് വരേണ്ടത്, ജെന്യൂനായിട്ട് വരേണ്ടതല്ലേ, അത് ആർട്ടിഫിഷ്യലായിട്ടായിരിക്കും. ഇവിടെ ഓരോ ഞങ്ങൾ വേണമെങ്കിൽ കരഞ്ഞുകൊണ്ട് ഉപവസിക്കാം. അപ്പം എന്തോ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു വെച്ച് കെട്ടുള്ള ഇത്, അത് നല്ലതെന്ന് വരുന്നതല്ല. പക്ഷെ ദൈവം അത് വെറുക്കുന്നെന്നാണ് പറയുന്നത്. ഇവിടെ യാഗങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ അനുഭവം പ്രാപിക്കുവാനായിട്ട് സാധിക്കണം. പക്ഷെ പഴയ നിയമത്തിലെ യാഗങ്ങളെല്ലാം മനുഷ്യർക്ക് വേണ്ടി ദൈവം ക്രമീകരിച്ചു കൊടുത്തത്. കാരണം മനുഷ്യൻ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ തൃപ്തി വരികയുള്ളൂ എന്നുള്ളൊരു പ്രമാണം അതിൻ്റെ അടിയിലുള്ളത് കൊണ്ട് അവനെന്തെങ്കിലും കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇതിന് തൃപ്തി വരുന്നു എന്ന് വിചാരിക്കുകയാണ്. പക്ഷെ അത് എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, അത് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തിയിരുന്നില്ല എന്നാണ് പറയുന്നത്. എബ്രായർ 9-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കൂടാരത്തെക്കുറിച്ച് നമ്മൾ വായിച്ചില്ലേ, ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സദൃശ്യം അത്രേ. പഴയ നിയമത്തിലെ കൂടാരം ഈ കാലത്തിലേക്ക് ഒരു സദൃശ്യമാണെന്നാണ്. അത് പൂർണ്ണതയല്ല, അത് നിഴലാണ്, ഇത് പൊരുളാണ് ഇപ്പോഴത്തെ. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അപ്പോൾ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങൾ അത്രേ. എന്നാൽ അത് ഇവരർപ്പിക്കുമ്പോൾ ഇവർക്ക് പൂർണ്ണമായൊരു സമാധാനം കിട്ടുന്നില്ല. എന്നാൽ പൂർണ്ണമായ സമാധാനം എവിടെയാണ് കിട്ടുന്നത്? ഇവിടെ സമാധാന യാഗത്തെക്കുറിച്ച് പറയുന്നത്. അത് കർത്താവായ യേശു ക്രിസ്തുവിലാണ് കിട്ടുന്നത്. അതാണ് 11-ാമത്തെ വാക്കിൽ പറയുന്നത്, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതാ വലിപ്പവും തികവും വരെ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അപ്പോൾ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് യേശു സാധിപ്പിച്ചു സ്വന്തം രക്തത്താൽ. ആടുകളുടെയും കാളകളുടെയും ഒന്നും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ. ഇപ്പോൾ ഇവിടെ സമാധാനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് കൊലോസ്യർ 1:20 വരുമ്പോൾ കാണുന്നുണ്ട്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നെ തന്നോട് നിരൂപിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. ഇപ്പോൾ പഴയ നിയമത്തിലെ സമാധാനയാഗം ഇന്ന് ക്രിസ്തുവിൽ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. അത് ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അത് നമുക്ക് അനുഭവമാകും സമാധാനയാഗം. പിന്നീട് അതെല്ലാം സൗരഭ്യവാസനയായിരിക്കുമെന്ന് പറയുന്നുണ്ട്. മേധസ്സും രക്തവും തിന്നരുതെന്നോട് പറയുന്നുണ്ട്. 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഓരോരുത്തർ പാപം ചെയ്താൽ, ഇപ്പോൾ ഒരു പുരോഹിതൻ ജനത്തിനുമേൽ പാപം ചെയ്താൽ മറ്റുള്ളവരെക്കാൾ കുറച്ച് ശിക്ഷ കൂടുതൽ, അത് 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. പിന്നീട് 13-ാമത്തെ വാക്യത്തിൽ ഒരു ഇസ്രായേൽ സഭ മുഴുവനും അബദ്ധവശാൽ പിഴക്കിയ ഒരു കാര്യം സഭയുടെ കണ്ണിൽ മറിഞ്ഞിരിക്കുകയും ചെയ്താൽ, സഭ പാപം ചെയ്താൽ അതിനുള്ള നിയമം. 22-ാമത്തെ വാക്യത്തിൽ ഒരു പ്രമാണി പാപം ചെയ്താൽ അതിനുള്ള പരിഹാരം കൂടി വരുത്തണം. അതെല്ലാം വ്യത്യസ്തമാണ്. പിന്നെ ദേശത്തെ ജനത്തിൽ ഒരുത്തൻ ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിൽ അബദ്ധവശാൽ പഴിച്ച് കുറ്റക്കാരനെത്താൻ പാവനവന് ബോധ്യമായെങ്കിൽ അവൻ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ, അവൻ ചെയ്യേണ്ടുന്ന യാഗം, ഹോമയാഗപീഠം, അതെങ്ങനെയായിരിക്കണം. ഓരോന്നിനും ഓരോ പ്രമാണമാണ്, വ്യത്യസ്തമാണ്. എന്താണ് അവിടെ? കുറ്റം ചെയ്തു എന്ന് ബോധ്യം വന്നാൽ അവൻ പാപയാഗം വരണം. ഇപ്പോൾ യെരുശലേം ദേവാലയത്തിലേക്ക് വരുന്ന ഓരോരുത്തരുടെയും കയ്യിൽ ആടോ മാടോ ചെങ്ങാലിയോ കുറുവാവോ എന്തെങ്കിലും കാണും. അല്ലെങ്കിൽ അവൻ അവിടെ വന്ന് പണം കൊടുത്ത് വാങ്ങിക്കാം യാഗമൃഗങ്ങളെല്ലാം. അതൊരു ബിസിനസ്സാക്കി മാറ്റിയതാണ് പുതിയ നിയമം നമ്മൾ കാണുന്ന കർത്താവ് അവിടെ ദേവാലയം ശുദ്ധീകരിക്കുന്നതൊക്കെ. ഈ യാഗങ്ങളെ അവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോഴൊക്കെ അവിടെ നിന്ന് കാപട്യം കാണിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ കാണുമ്പോൾ ഈ യാഗങ്ങളൊന്നുമില്ല. ഇന്ന് നമ്മൾ തെറ്റ് ചെയ്താൽ എന്താണ്? നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനത സഹതാപം കാണിക്കാൻ കഴിയാത്തവനില്ല. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്, കുഞ്ഞുങ്ങളെ പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ നിങ്ങളോട് പറയുന്നു. പാപം ചെയ്യരുതാണ്, പാപം ചെയ്യാതിരിക്കുക. എന്നാൽ പാപം ചെയ്തുവെങ്കിലോ എന്ത് സംഭവിക്കും? 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ നിങ്ങളോട് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു.
നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും പാപത്തിനും തന്നെ. കണ്ടോ, പാപം ചെയ്തെങ്കിലും യേശു ക്രിസ്തു എന്ന കാര്യം നമുക്ക് പിതാവിൻ്റെ വലത്ത് ഭാഗത്തുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ യാഗങ്ങളുടെ പൂർത്തീകരണമായി ക്രൂശിൽ തൻ്റെ ഏകജാതനെ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാൻ ഇസ്ഹാക്ക് ഒഴിഞ്ഞുപോയതായ യാഗം, ഒരു കെട്ടപ്പെട്ട മുള്ളിൽ കുടുങ്ങിക്കിടന്ന ഒരു ആട്ടിൻകുട്ടിയെ പകരം യാഗം അർപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് പകരമായി, ഞങ്ങളുടെ യാഗങ്ങളുടെ ഇതിന് പകരമായി ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അബദ്ധവശാൽ പാപം ചെയ്താലോ പാപം ഓർമ്മ വരുമ്പോൾ അവർ ചെയ്യേണ്ടുന്ന ഓരോ പ്രമാണങ്ങൾ ഞങ്ങൾ തിരുവചനത്തിൽ കണ്ടു കർത്താവേ. എന്നാൽ ഇന്നതൊന്നുമില്ല എന്നും യാഗങ്ങളുടെ പൂർത്തീകരമായ അവിടെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ക്രൂശ് ചുവട്ടിലേക്ക് ഞങ്ങൾ അടുത്തു വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷവാദം ചെയ്യുന്ന ദൈവത്തിൻ്റെ പുത്രൻ ഞങ്ങളുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് പൂർണ്ണ സമാധാനം ഞങ്ങൾക്ക് തരുന്നവനാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പഴയ നിയമപ്രമാണങ്ങൾ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തിയിരുന്നില്ല. എന്നാലോ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവിടെ ഞങ്ങൾക്ക് പൂർണ്ണ സമാധാനം തരുന്നവനാണല്ലോ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല എന്നറിയിച്ചത് കർത്താവേ. ആ സമാധാനത്താൽ ഞങ്ങൾ എവിടെ നിന്ന് നിറയ്ക്കണമേ. പാപക്ഷമ ലഭിക്കുമ്പോഴുണ്ടാകും സമാധാനം. പാപിനിയായ സ്ത്രീ നിൻ്റെ കാൽപാദങ്ങൾ കഴുകി ചുംബിച്ചപ്പോൾ അവിടെ നിരളി ചെയ്തു, സ്ത്രീയെ, നിന്റെ അനവധിയായ പാവങ്ങൾ മോഹിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകുക എന്ന്. അടുത്ത ശിഷ്യന്മാരോട് പറഞ്ഞ് അവൾ വളരെ സ്നേഹിച്ചുവല്ലോ എന്ന്. അവളുടെ അനവധിയായ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടിയപ്പോൾ അവളോട് അവിടെ നിരളി ചെയ്തു, സമാധാനത്തോടെ പോകുക എന്ന്. അപ്പോൾ ഞങ്ങൾക്കും യഥാർത്ഥ സമാധാനം ക്രൂശിലാണ്, യേശുവിലാണ്. അവിടെ നിന്നാണ് ഞങ്ങളുടെ സമാധാനം എന്നുള്ള ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ദിവ്യസമാധാനം ഞങ്ങളിൽ പകരണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ഞങ്ങളുടെ ചുറ്റുപാടുകളെല്ലാം ഈ ദൈവിക സമാധാനം ഞങ്ങളിൽ കൂടെ മറ്റുള്ളവരേക്കും പകരപ്പെടുവാൻ അവിടുന്ന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുരക്തങ്ങൾ പൊതിയണമേ, അവിടുത്തെ ക്രൂശ് ഞങ്ങളെ മറയ്ക്കണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ നാം മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ജീവിപ്പാനായിട്ട് തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇരുളുമായും എൻ്റെ മനസ്സിൽ ദീപമായി തെളിഞ്ഞു, മറന്നിടാത്ത നിന്റെ സ്നേഹം സാന്ത്വനം പകർന്നു. സഖിയായി എന്നും അരികിലായണ